അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസ് ചെടി വളരെ മനോഹരമായിട്ട് നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ ഒന്ന് കാണിച്ചു തരുന്നത്. ഈ റോസ് ചെടീൻ്റെ ഒരു ഫ്ലവറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം, വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു റോസ് ഇതുപോലെ ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം ഇതുപോലെ കിളിച്ച് വളരെ ഹെൽത്തി ആയിട്ട് ഇത് വളർന്നു വരാനും ഇതുപോലെ പൂവൊക്കെ തിങ്ങി നിറഞ്ഞു വരാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ റോസ് ചെടിക്ക് നമ്മുടെ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ വളം കൊടുത്തിട്ടും വളർന്നു വരാത്ത ഏതൊരു ചെടി, അതായത് പൂക്കളൊന്നും തിങ്ങി നിറഞ്ഞു വരാതെ വെറും ഇലയൊക്കെ ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ തഴച്ച് വളർന്ന് നല്ല രീതിയിൽ ഇലകളും പൂക്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം ഇത് എന്തിനാണ് ഉപകരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോസ് പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിൻ്റെ മണ്ണിലെ pH കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുകയും അതുപോലെ തന്നെ pH കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളം വലിച്ചെടുത്ത് അത് ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും ഈ ഒരു വെള്ളം നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പം ഇതെന്താണ് എന്നും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിയിലുള്ള നമ്മൾ തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിൽ മുളകൊക്കെ പാകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ ഞാനിതിൽ നിന്ന് പറിച്ച് കളയുന്നില്ല. ഇത് നമുക്ക് വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ മണ്ണിളക്കുമ്പോൾ അത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നമ്മൾ സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ പച്ചവെള്ളം എന്നൊക്കെ പറയുന്ന ഈ വെള്ളം കേട്ടോ. ഞാനിത് ടിപ്പായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിനാഗിരി ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതെന്തായാലും റിസൾട്ട് തിരിച്ചായിട്ട് വരും കേട്ടോ. അപ്പം ഇത് യാതൊരു കാരണവശാലും അളവിൽ കൂടുതലായിട്ട് കൊടുക്കരുത്. ഇവിടെ ഞാൻ വിനാഗിരി നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന വിനാഗിരി സുർക്ക എന്നൊക്കെ പറയില്ല, ഈ ഒരു സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആ ഒരു വിനാഗിരിൻ്റെ അടപ്പിൽ ഒരു അടപ്പ് മാത്രം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിലാണ് ഞാനിവിടെ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അത് ഏകദേശം ഞാൻ 2 ചെടിക്ക് ഈ ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഞാൻ വീണ്ടും ഒന്നുകൂടി ഡയലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ അളവ് കൂടിയാണ്ട് ചെടി നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഏതൊരു വളവും നമ്മൾ അളവിൽ കൂടുതൽ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് നമ്മളെ ചെടികളെ ബാധിക്കും. ആ ഒരു കാര്യം എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഇത് നല്ല ഏതൊരു വളവും നമ്മൾ കറക്റ്റായിട്ട് മാത്രം ചെടികൾക്ക് കൊടുക്കുക. അപ്പം ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളെ ചെടി ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തഴച്ച് വളർന്ന് പൂക്കൾ കുലകുത്തി വരുന്നതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും